ഹലോ ഓൾ. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്നുള്ള എക്സാമിൻ്റെ സിലബസ് പ്രകാരമുള്ള ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എഞ്ചിനീയറിംഗ് ഫിസിക്സ് ആണ്. ഓക്കെ, എഞ്ചിനീയറിംഗ് ഫിസിക്സിൽ മോഡ്യൂൾ 1 എന്ന് പറയുന്നത് അപ്ലൈഡ് ഒപ്റ്റിക്സ് ആണ്. അതിൽ ഫസ്റ്റ് ടോപ്പിക് വരുന്നത് ലേസേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻസ് എന്നുള്ള ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് ലേസേഴ്സ് എന്ന് നോക്കാം. അപ്പോൾ ലേസേഴ്സിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണ് ലേസറിൻ്റെ ഫുൾ ഫോം. എന്താണ് ലേസറിൻ്റെ ഫുൾ ഫോം എന്നാണ് ലേസർ, LASER. ഓക്കെ, ലേസർ എന്ന് പറഞ്ഞാൽ എന്തുവാണ് ഉദ്ദേശിക്കുന്നത്? L ഫോർ ലൈറ്റ്. ഓക്കെ, ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. അതാണ് ലേസേഴ്സിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ലേസർ എന്ന് പറഞ്ഞാൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ്. എന്താണ് ലേസർ എന്ന് പറഞ്ഞാൽ? എന്താണ്? ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. അപ്പോൾ ഈ പേര് തന്നെയുണ്ട്. നമ്മൾ എന്താണ് ലൈറ്റ് എങ്ങനെ ആംപ്ലിഫൈ ചെയ്യുന്നു? ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. റേഡിയേഷൻ എങ്ങനെയാണ് എമിറ്റ് ചെയ്യുന്നത്? സ്റ്റിമുലേറ്റഡ് എമിഷൻ പ്രകാരമാണ് എമിറ്റ് ചെയ്യുന്നത്. സോ നമുക്കറിയാം ലൈറ്റ് എമിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള ലൈറ്റ് എമിഷനാണ്, സ്പോണ്ടേനിയസ് എമിഷനും സ്റ്റിമുലേറ്റഡ് എമിഷനും. ഓക്കെ, അപ്പോൾ ഇവിടെ ലേസറിൽ വരുന്ന ഏതാണ്? സ്റ്റിമുലേറ്റഡ് എമിഷനെ പറ്റിയാണ് ലേസറിൽ നമുക്ക് ആവശ്യം. ലേസറിൽ ആവശ്യം ഏതാണ്? സ്റ്റിമുലേറ്റഡ് എമിഷനാണ്. സോ നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് എന്താണ് സ്പോണ്ടേനിയസ് എമിഷൻ, എന്താണ് സ്റ്റിമുലേറ്റഡ് എമിഷൻ, ഇതെല്ലാം നമുക്ക് ആവശ്യമുണ്ട്. സോ അതിനെപ്പറ്റി ഡീറ്റെയിൽ നമുക്ക് നോക്കാം. അതിനു മുന്നേ കുറച്ച് കാര്യങ്ങളും കൂടെ നോക്കാം. അപ്പോൾ ലേസേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു എന്താണ് ലേസറിൻ്റെ ഫുൾ ഫോം? ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. ഇതാണ് ലേസറിൻ്റെ എന്താണ് ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എങ്ങനെയാണ് റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നത്? ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ. നമുക്കറിയാം ലൈറ്റ് എമിഷൻ എന്ന് പറയുമ്പോൾ സ്പോണ്ടേനിയസ് എമിഷൻ ഉണ്ട്, സ്റ്റിമുലേറ്റഡ് എമിഷൻ ഉണ്ട്. അതിൽ സ്റ്റിമുലേറ്റഡ് എമിഷൻ വഴിയാണ് എന്ത് ചെയ്യുന്നത്? ലൈറ്റ് എന്താണ് എമിറ്റ് ആവുന്ന ഏതിൽ നിന്ന്? ലേസേഴ്സിൽ നിന്ന്. ഇനി നമ്മുടെ എന്താണ് ലേസറിൻ്റെ കാര്യത്തിൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു തിയറി എന്ന് പറയുന്നത് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി ഓഫ് റേഡിയേഷൻ. എന്താണ്? പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി ഓഫ് റേഡിയേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ലേസർ വർക്ക് ചെയ്യുന്നത്. പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി ഓഫ് റേഡിയേഷൻ. അപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത്? ലേസർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. ഇനി ലേസർ എന്തിൻ്റെ ബേസിലാണ് വർക്ക് ചെയ്യുന്നത്? പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി ഓഫ് റേഡിയേഷൻ. ഇനി നമ്മുടെ ലേസറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ലേസറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡയറക്ഷനാലിറ്റി ആണ്. ഓക്കെ, ഡയറക്ഷനാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനിപ്പോൾ ഒരു ലേസർ എടുത്ത് എന്താണ് ഇങ്ങനൊരു ഒരു ലേസർ വെച്ചിട്ട് നമ്മളിപ്പോൾ ഒരു പോയിന്റിലേക്ക് അതായത് ഈ ഒരു പോയിന്റിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്ന് ഒരു ലേസർ ബീം കൊടുത്തു കഴിഞ്ഞാൽ അതെന്താണ് കറക്റ്റ് ഡയറക്റ്റ്ലി ആ ഒരു പോയിന്റ് വരെ അതെന്ത് ചെയ്യും? പോവും. സോ ലേസറിൻ്റെ ഏറ്റവും വലിയ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്ന് പറഞ്ഞാൽ ഡയറക്ഷനാലിറ്റി എന്ന് പറയുന്നത്. അതായത് ഇതിന് നമ്മൾ റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നതെല്ലാം ഒരേ ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്? പോകുന്നത്. സാധാരണ നമ്മൾ ലൈറ്റിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ ലൈറ്റ് ഇങ്ങനെ വരുന്നെങ്കിലും അതെന്താ പല രീതിയിൽ, അതായത് പല ഡയറക്ഷനിൽ ലൈറ്റ് എമിറ്റ് ആവും അല്ലേ ഒരു സോഴ്സിൽ നിന്ന്. പക്ഷേ ലേസറിൻ്റെ പ്രത്യേകത അതെന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്? പോകുന്നത്. സോ ലേസർ സോഴ്സ് എമിറ്റ്സ് റേഡിയേഷൻ ഓൺലി ഇൻ വൺ ഡയറക്ഷൻ. ഒരു ഡയറക്ഷനിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ലേസർ സോഴ്സസ് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ലേസർ ബീമിൻ്റെ ഡയറക്ഷനാലിറ്റി നമ്മൾ എപ്പോഴും എക്സ്പ്രസ് ചെയ്യുന്നത് ഇൻ ടേംസ് ഓഫ് ഫുൾ ആംഗിൾ ബീം ഡൈവേർജൻസിൻ്റെ ടേംസിലാണ്. ഓക്കെ, ഈ ഡയറക്ഷനാലിറ്റി ഓഫ് എ ലേസർ ബീം എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഇൻ ടേംസ് ഓഫ് ഫുൾ ആംഗിൾ ബീം ഡൈവേർജൻസിൻ്റെ ടേമിലാണ്. സോ ഫുൾ ആംഗിൾ ബീം ഡൈവേർജൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എന്താണ് twice the angle that the outer edge of the beam makes with the axis of the beam. ഓക്കെ, എന്താണ് ആ ഒരു ബീമിൻ്റെ ഈ ഒരു ഔട്ടർ എഡ്ജ്, ഇതാണല്ലേ നമ്മുടെ ഔട്ടർ എഡ്ജ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഈ ഒരു ഔട്ടർ എഡ്ജ് എന്ത് ചെയ്യുന്നു? ആ ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിൻ്റെ എന്താണ് ഡബിളാണ്. അതാണെന്ന് പറഞ്ഞാൽ ഫുൾ ആംഗിൾ ബീം ഡൈവേർജൻസ് എന്ന് പറയുന്നത്. സോ ഫുൾ ആംഗിൾ ബീം ഡൈവേർജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് ടോയ്സ് ദ ആംഗിൾ ദ ഔട്ടർ എഡ്ജ് ഓഫ് ദ ബീം മേക്സ് വിത്ത് ദ ആക്സിസ് ഓഫ് ദ ബീം. ഓക്കെ, ഇനി ഔട്ടർ എഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഇതാണെന്ന് പറയുന്നത് നമ്മുടെ ഔട്ടർ എഡ്ജ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഔട്ടർ എഡ്ജ് എന്ന് പറഞ്ഞാൽ point at which the intensity of the beam drops to 1/e times its value at the center. അപ്പോൾ സെൻറ്ററിലെ വാല്യൂ എത്രയാണ്? I ആണ്. ആ ഐയുടെ വാല്യൂ എവിടെയാണോ I/E ആയിട്ട് എവിടെയാണോ I/E ആയിട്ട് ഡ്രോപ്പ് ചെയ്യുന്നത്, അതായത് ഇവിടെ ഈ പോയിന്റിലും ഈ പോയിന്റിലാണ് അല്ലേ? സോ അതാണെന്ന് പറയുന്നത് നമ്മുടെ ഔട്ടർ എഡ്ജ് എന്ന് പറയുന്നത്. ആൻഡ്
നമ്മുടെ ഫുൾ ആംഗിൾ ഡൈവേർജൻസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഫൈ എന്നാണ്. സോ നമുക്കിവിടെ ഇക്വേഷൻ ഫൈ ഈസ് ഈക്വൽ ടു 1.27 λ/2 ω0. ഓക്കെ, അപ്പോൾ ഫുൾ ആംഗിൾ ഡൈവേർജൻസ് ഇൻ ടേംസ് ഓഫ് മിനിമം സ്പോട്ട് സൈസ് ഓഫ് റേഡിയസ് ω0. ω0 എന്ന് പറഞ്ഞാൽ എന്താണ്? ω0 എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം ω0 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് അല്ലേ, അതെന്താണ് ω0. ω0 എന്ന് പറഞ്ഞാൽ മിനിമം സ്പോട്ട് സൈസ് ഓഫ് റേഡിയസ്. അപ്പോൾ നമ്മുടെ അവിടെ വരുന്ന ഇപ്പോൾ ലേസർ ഇങ്ങനെ എമിറ്റ് ആകുമ്പോൾ അതെന്താണ് ഇങ്ങനെ ഒരു സ്പോട്ടായിട്ടായിരിക്കില്ലേ കാണുന്നത്. സോ ഈ സ്പോട്ടിൻ്റെ മിനിമം സ്പോട്ട് സൈസ് റേഡിയസ്, അതിൻ്റെ റേഡിയസിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ω0 പറയുന്നത്. സോ അതിൻ്റെ ബേസിസിൽ നമുക്ക് എന്ത് എഴുതാം? ഫുൾ ആംഗിൾ ബീം ഡൈവേർജൻസ് നമുക്ക് പറയാനായിട്ട് പറ്റും. സോ ഫുൾ ആംഗിൾ ബീം ഡൈവേർജൻസ് നമ്മൾ പറയുന്നത് ഇൻ ടേംസ് ഓഫ് ഫൈ ആണ്, ഇൻ ടേംസ് ഓഫ് മിനിമം സ്പോട്ട് സൈസ് ഓഫ് റേഡിയസ്. സോ നമ്മുടെ ഇക്വേഷൻ എന്താണ്? ഫൈ ഈസ് ഈക്വൽ ടു 1.27 λ/2 ω0. അതിൽ ലാംഡ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആ ഒരു ബീമിൻ്റെ വേവ് ലെങ്ത് ആണ്. ω0 നമ്മൾ ഇവിടെ പറയുന്നത് എന്താണ്? മിനിമം സ്പോട്ട് സൈസ് ഓഫ് റേഡിയസ്. ഇനി ഇഫ് A1 നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് ഇഫ് A1 ആൻഡ് A2 ആർ ദ ഡയമീറ്റേഴ്സ് ഓഫ് ലേസർ റേഡിയേഷൻ അറ്റ് ഡിസ്റ്റൻസസ് D1 ആൻഡ് D2. ഓക്കെ, അപ്പോൾ നമ്മുടെ ലേസറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളതിപ്പോൾ ഒരു എന്താണ് ഒരു സോഴ്സിൽ നിന്ന്, ഇതാണിപ്പോൾ ഒരു ലേസർ എമിറ്റ് ചെയ്യുന്ന സോഴ്സ് എങ്കിൽ, സോ ഈ ലേസർ എന്ന് പറയുന്നത് ഇവിടെ എത്തുമ്പോഴേക്കും എന്താണ് അതെങ്ങനെയാണ് എത്തുന്നത്? ഡൈവേർജ് ചെയ്ത് വരുവാണ് അല്ലേ. അതായത് ഡയറക്ഷനാലിറ്റി ഉണ്ടെന്ന് പറഞ്ഞു, അത് ഒരേ ഡയറക്ഷനിൽ വരണമെന്നുണ്ടെങ്കിൽ അതെന്താണ്? ഡൈവേർജ് ചെയ്യണം. സോ A1 A2 എന്ന് പറയുന്നത് സേ ദിസ് ഡിസ്റ്റൻസ് നോക്കാം. എന്താ ഈ ഒരു ഡിസ്റ്റൻസ്, അതായത് അതിൻ്റെ സോഴ്സിൽ നിന്നും അത് ഈ ഒരു പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് D1 ആണെന്ന് വയ്ക്കുക. അതുപോലെ തന്നെ നമ്മുടെ സോഴ്സിൽ നിന്ന് ഈ ഒരു പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് D2 ആണെന്ന് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പോയിന്റ്സിലും വരുമ്പോഴത്തേക്കും നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതാണ് ആ ഒരു ബീമിൻ്റെ ഡയമീറ്റർ, അതാണ് A1 ആൻഡ് A2. സോ ഓക്കെ, അപ്പോൾ ഈ രണ്ട് പോയിന്റിലും നോക്കുമ്പോഴത്തേക്കും A1 A2 എന്ന് പറയുന്നതാണ് ഡയമീറ്റേഴ്സ് ഓഫ് ലേസർ റേഡിയേഷൻ അറ്റ് ഡിസ്റ്റൻസസ് D1 ആൻഡ് D2 ഫ്രം ദ ലേസർ സോഴ്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആംഗിൾ ഓഫ് ബീം ഡൈവേർജൻസ് ഇൻ ഡിഗ്രീസ് നമുക്ക് എങ്ങനെ പറയാം? ആംഗിൾ ഓഫ് ബീം ഡൈവേർജൻസ് നമ്മൾ പറയുന്നത് ഇൻ ടേംസ് ഓഫ് ഫൈ ആണ് അല്ലേ. അപ്പോൾ ഫൈ ഈസ് ഈക്വൽ ടു A2 മൈനസ് A1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു D2 മൈനസ് D1 എന്ന് പറയാം. ഓക്കെ, എന്താണ്? ഫൈ ഈസ് ഈക്വൽ ടു A2 മൈനസ് A1 ഡിവൈഡഡ് ബൈ D2 മൈനസ് D1. അതിൽ A1 A2 എന്ന് പറഞ്ഞാൽ എന്താണ്? A1 A2 എന്ന് പറഞ്ഞാൽ ഡയമീറ്റേഴ്സ് ഓഫ് ലേസർ റേഡിയേഷൻ അറ്റ് ഡിസ്റ്റൻസസ് D1 ആൻഡ് D2 ഫ്രം എന്താണ് ലേസർ സോഴ്സ്. ഓക്കെ, അല്ല ഇനി ഫോർ എ ടിപ്പിക്കൽ ലേസർ ദ ഡീം ഡൈവേർജൻസ് ഈസ് ലെസ് ദാൻ 0.01 മില്ലി റേഡിയൻ. അപ്പോൾ ഒരു ടിപ്പിക്കൽ ലേസറിന് ബീം ഡൈവേർജൻസ്, അതായത് ഫൈയുടെ വാല്യൂ എത്രയാണ് വരുന്നത്? ലെസ് ദാൻ 0.01 മില്ലി റേഡിയൻ. അപ്പോൾ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേസറാണ് പറഞ്ഞത്. എന്താണ് ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്? ഡയറക്ഷനാലിറ്റി. ആൻഡ് ഈ ഒരു ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് വേണമെങ്കിൽ ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് ചോദിക്കാം. ഓക്കെ, അതിന് ഫോർ എ ടിപ്പിക്കൽ ലേസർ ദ ബീം ഡൈവേർജൻസ് എത്രയെന്ന് നമ്മൾ പറഞ്ഞു? 0.01 മില്ലി റേഡിയൻസ്, ലെസ് ദാൻ 0.01 മില്ലി റേഡിയൻസ് എന്ന് പറഞ്ഞു. ഇനി അടുത്ത് വരുന്ന അതിൻ്റെ ഹൈ ഇൻറ്റൻസിറ്റി ആണ്. ലേസറിന് എന്താണ്? ഹൈ ഇൻറ്റൻസിറ്റിയാണ്. സോ കോൺസെൻട്രേഷൻ ഓഫ് ആംഗിൾ ബോത്ത് സ്പേഷ്യലി ആൻഡ് സ്പെക്ട്രലി അക്കൗണ്ട്സ് ഫോർ ദ ഗ്രേറ്റ് ഇൻറ്റൻസിറ്റി ഓഫ് ലേസർ. അപ്പോൾ ലേസറിന് ഗ്രേറ്റ് ഇൻറ്റൻസിറ്റി ഉണ്ടാവാൻ കാരണം എന്താണ്? ആ ഒരു ലേസറിൽ നിന്ന് വരുന്ന ആ ഒരു എനർജി, അതിൻ്റെ കോൺസെൻട്രേഷൻ, അതെങ്ങനെ സ്പേഷ്യലിയോ ആവാം സ്പെക്ട്രലിയോ ആവാം. ആ ഒരു കോൺസെൻട്രേഷൻ ഓഫ് എനർജിയാണ് എന്ത് ചെയ്യുന്നത്? അതിന് ഗ്രേറ്റ് ഇൻറ്റൻസിറ്റി കൊടുക്കുന്നത്. ഇനി ലേസറിൻ്റെ അടുത്തൊരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് മോണോക്രൊമാറ്റിസിറ്റി. എന്താണ് മോണോക്രൊമാറ്റിസിറ്റി എന്ന് പറയും? ഓക്കെ, മോണോക്രൊമാറ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ഒറ്റ കളറായിട്ടാണ് നമ്മൾ എന്തെന്ന ലേസറിൻ്റെ കളർ നമ്മൾ കാണുന്നത്. ഇനി ഹൈ ഡിഗ്രി ഓഫ് കൊഹറൻസ് പറയുന്ന നമുക്ക് സ്പേഷ്യൽ കൊഹറൻസും ഉണ്ട്, ടെമ്പറൽ കൊഹറൻസും ഉണ്ട്. നിങ്ങളിതിൽ വേറൊന്നും അറിയണ്ട, എന്താണ്? കൊഹറൻ്റാണ് നമ്മുടെ ലേസർ ബീം എന്ന് പറയുന്നത്, കൊഹറൻ്റാണ്. അതിൽ സ്പേഷ്യൽ കൊഹറൻസ് ഉണ്ട്, ടെമ്പറൽ കൊഹറൻസ് ഉണ്ട്. അതിൽ സ്പേഷ്യൽ കൊഹറൻസിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്വേഴ്സ് കൊഹറൻസ് എന്ന് വിളിക്കും. ടെമ്പറൽ കൊഹറൻസിനെ നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ കൊഹറൻസ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി കൊഹറൻ ലെങ്ത് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ചോദിക്കാൻ ചാൻസ് ആണ്. കൊഹറൻ ലെങ്തിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് L കൊഹറൻ COH. ഓക്കെ, കൊഹറൻ ലെങ്ത് എന്ന് പറഞ്ഞാൽ
ലാംഡ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ലാംഡ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതിൽ ഈ ലാംഡ സ്ക്വയർ എന്ന് എന്താണ്? ലാംഡ എന്ന് പറഞ്ഞാൽ നമ്മുടെ വേവ് ലെങ്ത് ആണ് അല്ലേ, വേവ് ലെങ്ത് ഓഫ് ബി. ഓക്കെ, ഇനി ഡെൽറ്റ ലാംഡ എന്ന് പറഞ്ഞാലോ വേവ് ലെങ്ത് സ്പ്രെഡ്. എന്താണ് ഡെൽറ്റ ലാംഡ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് സ്പ്രെഡ് എന്നാണ് മീനിങ് വരുന്നത്. സോ നമുക്ക് അതിൻ്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം, കൊഹറൻറ്റ് ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്കൊരു അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഫോർ ലേസർ ദ കൊഹറൻസ് ലെങ്ത് ഈസ് ഓഫ് ദ ഓർഡർ ഓഫ് സെവറൽ മീറ്റർ. ഓക്കെ, ലേസറിന് ഈ കൊഹറൻറ്റ് ലെങ്ത് എന്ന് പറയുന്നത് മീറ്റേഴ്സിൻ്റെ അത്രയും വലുതായിരിക്കും. ഓക്കെ, ഫോർ ലേസർ കൊഹറൻസ് ലെങ്ത് ഈസ് ഓഫ് ദ ഓർഡർ ഓഫ് സെവറൽ മീറ്റർ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ എന്താണ് ലേസറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റിയാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. അപ്പോൾ ലേസറിൻ്റെ ഈ ഫുൾ ഫോം നിങ്ങൾ ആരും മറക്കരുത്. എന്താണ് ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് മനസ്സിലാക്കണം, റേഡിയേഷൻ അവിടെ നിന്ന് എമിറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, സ്റ്റിമുലേറ്റഡ് എമിഷൻ വഴിയാണ്. ഇനി ഇതിന് കാരണമായിട്ടുള്ള തിയറി ഇതാണ്, പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി ഓഫ് റേഡിയേഷൻ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേസർ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേസറിൽ എന്തൊക്കെയായിരുന്നു നമ്മുടെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേസർ എന്ന് പറയുന്നത്? ഒന്ന് പറയുന്നത് ഡയറക്ഷനാലിറ്റി. ഓക്കെ, ഡയറക്ഷനാലിറ്റി പറഞ്ഞു. ദെൻ എന്താണ് ഹൈ ഇൻറ്റൻസിറ്റി. ദെൻ അടുത്തൊരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നതാണ് മോണോക്രോമാറ്റിസിറ്റി. ഓക്കെ, പിന്നെന്താണ് ഹൈ ഡിഗ്രി ഓഫ് കൊഹറൻസ്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ലേസറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ നോക്കാം. താങ്ക് യു.